ഹിമയും ഞാനും ഉണ്ട്. പക്ഷെ മറ്റൊരു വിശേഷമുണ്ട്. BJP ഒക്കെ അധികാരത്തിലെത്തിയ ശേഷം നമ്മുടെ തലസ്ഥാന ഭരണം അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന VV രാജേഷ് അമലിൻ്റെ കൂടെ ഉണ്ട്. അതിലേക്ക് പോകാം നമുക്ക്. അധികാരം ഏറ്റ ശേഷമുള്ള ആദ്യ പൊങ്കാലയാണ്. കഴിഞ്ഞ തവണത്തൊക്കെ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. നഗരപിതാവായാണ് ഇതിന് നേതൃത്വം നൽകേണ്ടി വരുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു. എന്നോടൊപ്പം നിൽക്കുന്നത് കണ്ണൂർ മേയറാണ്. കണ്ണൂർ മേയർ കുടുംബസമേതം പൊങ്കാല അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ വളരെ വളരെ മനോഹരമായ രീതിയിൽ, നല്ല രീതിയിൽ, ഭക്തി നിർഭരമായ സാഹചര്യത്തിൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയായി. കഴിഞ്ഞ തവണത്തെക്കാളും ഭക്തരുടെ എണ്ണം കൂടുതലാണ്. അത് ട്രസ്റ്റിൻ്റെ ഭാഗത്തുനിന്നും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള റിപ്പോർട്ടാണ്. പക്ഷേ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഞങ്ങൾ ഒരുപാട് തയ്യാറെടുപ്പുകൾ കാലക്കൂട്ടി തന്നെ ചെയ്തുകൊണ്ട് തന്നെ അതൊക്കെ തന്നെ ഭക്തർക്ക് അനുഗ്രഹമായി മാറി വളരെ മനോഹരമായ രീതിയിൽ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കാൻ പോവുകയാണ്. ഇനി പൊങ്കാല കഴിഞ്ഞാൽ അടുത്ത നിമിഷം തന്നെ മുതിർന്ന നേതാക്കന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, കോർപ്പറേഷൻ സെക്രട്ടറി, ഡെപ്യൂട്ടി മേയർ ഒക്കെ ഉൾപ്പെടെയുള്ളവർ നേതൃത്വം കൊടുത്തുകൊണ്ട് എല്ലാ ഫീൽഡിലും ഞങ്ങളുണ്ടാവും. ശുചീകരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. തിരക്ക് പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണത്തെ ഏതിലും കൂടുതലാണെന്ന് തോന്നുന്നു. പക്ഷേ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു പോയിട്ടുണ്ട് ഇതുവരെ, അല്ലേ? അത് കാലേക്കൂട്ടി തന്നെ പല തവണ മീറ്റിംഗ്. ഇപ്പം ഞങ്ങൾ ചുമതലയേറ്റ് 4ാമത്തെ ദിവസം തന്നെ ആദ്യഘട്ട പൊങ്കാലയ്ക്ക് വേണ്ടി ആദ്യഘട്ട മീറ്റിംഗ് നടത്തി. 20 ദിവസം മുമ്പ് ടാറിങ് പൂർത്തിയാക്കി. ടാറിങ് സാധാരണ വൈകാറുണ്ട്. പലപ്പോഴും കോൺട്രാക്ടർമാരുടെയൊക്കെ തന്നെ ഇതുണ്ട്. ആദ്യം വിളിച്ചു കൊടുത്ത ഡയറക്ഷൻ ഫെബ്രുവരി 15 മുമ്പ് ടാറിങ് പൂർത്തിയാക്കണം. ടാറിങ് പൂർത്തിയാക്കി 52 ടാങ്കറുകൾ, കുടിവെള്ളത്തിന് ഒരു ബുദ്ധിമുട്ടില്ലാത്ത വരാത്ത രീതിയിൽ 52 ടാങ്കറുകൾ നേരത്തെ ഒരു വാർഡിന് ഒരു ടാങ്കർ വെച്ച് നൽകി. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് 8 ടാങ്കറുകൾ വിന്യസിച്ചു. അതോടുകൂടി ആ ആശങ്കയെ പരിഹരിച്ചു. KSRTC നന്നായി സഹകരിക്കുന്നുണ്ട്. റെയിൽവേ, എല്ലാവരും വളരെ വളരെ ഭക്തിനിർഭരമായി മനോഹരമായ ജനങ്ങൾക്ക്, ലക്ഷക്കണക്കിന് വരുന്ന ജനങ്ങൾക്ക് പൊങ്കാല ഇടാൻ സാധിക്കും. കഴിഞ്ഞ തവണ എന്നല്ല, ഇതിനു മുമ്പുള്ള കാലങ്ങളിൽ ചെറുപ്പകാലം തൊട്ട് പൊങ്കാല കാണുമ്പോൾ അതിൻ്റെ ഒരു സംഘാടകനെ നിൽക്കുകയും അല്ലെങ്കിൽ ഇവിടെ ഒന്ന് തൊഴുതു പോവുകയും പറയുന്നത്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ശേഷമുള്ള നഗര ശുചീകരണം എന്ന് പറയുന്നത്, അല്ലേ ഹിമ? അത് കണ്ടിട്ടുണ്ടോ? അതെ, തീർച്ചയായും. കഴിഞ്ഞ വർഷത്തെ പൊങ്കാലയുടെ സമയത്ത് നമ്മൾ അത് ഏറെ ശ്രദ്ധിച്ചതാണ്. പൊങ്കാല കഴിഞ്ഞ അല്പസമയം, ഏകദേശം മണിക്കൂറുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കും ഇവിടെ പൊങ്കാല നടന്നു എന്ന് പോലും തോന്നാത്ത സ്ഥിതിയിലേക്ക് അത്രയധികം ഗംഭീരമായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ മുൻപത്തേക്കാൾ വൃത്തിയിൽ. ഇത് എല്ലാ തവണയും ഇത് പതിവാണ്. അത് ഭരണം ആരുടെ കയ്യിലാണ് എന്നതല്ല, ശുചീകരണ തൊഴിലാളികൾക്ക് അതിലൊരു വലിയ സല്യൂട്ട് കൊടുക്കേണ്ടതുണ്ട്.